UAEയുടെ ആണവ കേന്ദ്രത്തിന് നേരെ ആക്രമണം. ഇതോടെ മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആക്രമണ രീതി മറ്റൊരു തലത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ആണവ കേന്ദ്രം ലക്ഷ്യമാക്കി ഏത് ഭാഗത്തു നിന്നാണ് ആക്രമണം നടന്നത് എന്നതിനെക്കുറിച്ച് UAE അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ഇതിനു മുൻപ് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഞ്ചി പറഞ്ഞതുകൂടി കൂട്ടി വായിക്കേണ്ടതുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ്: ഇസ്രായേലിൻ്റെ സഹായം തേടിയാലും UAE സുരക്ഷിതമല്ല എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. അതിൻ്റെ തുടർ ചലനങ്ങളാണോ ഈ ആക്രമണം എന്ന രീതിയിലും ഇതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഞായറാഴ്ച UAEയിലെ ഏക ആണവ നിലയമായ ബരാക്ക പ്ലാന്റിൻ്റെ പുറത്തെ ഇലക്ട്രിക്കൽ ജനറേറ്ററിൻ്റെ നേരെ ഡ്രോൺ ആക്രമണം നടന്നത് സ്ഥിരീകരിച്ചു. തീ പിടിച്ചെങ്കിലും അത് പ്ലാന്റിൻ്റെ ഉള്ളിലെ സുരക്ഷാ വലയത്തിന് പുറത്തായിരുന്നതിനാൽ വലിയ നാശനഷ്ടങ്ങളും ഒന്നുമില്ല എന്നുള്ളതാണ് പ്രാഥമിക റിപ്പോർട്ട്. എന്നാൽ പൂർണ്ണമായിരിക്കുന്ന ഒരു വിവരങ്ങൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. എല്ലാ വിവരങ്ങളും സർക്കാർ തലത്തിൽ നിന്ന് പുറത്തു വരുന്നില്ല എന്ന റിപ്പോർട്ട് പുറത്തുണ്ട്. അവർ പറയുന്ന സർക്കാർ തലത്തിലുള്ള റിപ്പോർട്ട് ഇങ്ങനെ: ആർക്കും പരിക്കില്ല, റേഡിയേഷൻ ലെവൽ സാധാരണ നിലയിലാണ്, ആണവ സുരക്ഷാ സംവിധാനങ്ങൾ കേടുപാടില്ല, ഒരു റിയാക്ടർ താൽക്കാലികമായി എമർജൻസി ഡീസൽ ജനറേറ്ററിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ തരത്തിലുള്ള വിവരങ്ങളാണ് അവരുടെ ഭാഗത്തും പുറത്തു വരുന്നത്. ആരാണ് ചെയ്തത് എന്ന ചോദ്യത്തിന് UAE ആരെയും നേരിട്ട് പരിചയമായിട്ടില്ല. ഡ്രോണുകൾ പടിഞ്ഞാറൻ അതിർത്തിയിൽ നിന്നാണ് വന്നതെന്ന് UAE പ്രതിരോധ മന്ത്രാലയം പറഞ്ഞു. ഇറാനെ സംശയിക്കുന്നുണ്ട്. കാരണം മെയ് മാസത്തിൽ ഇറാൻ UAEയിലെ എനർജി ടാർഗറ്റുകൾക്ക് നേരെ ആക്രമണം നടത്തുകയും ചെയ്തിരുന്നു, ഇനി നടത്തുമെന്നുള്ള മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു. ഇസ്രായേലിലേക്ക് ഇതിനോടനുബന്ധിച്ചൊരു ആക്രമണം നടന്നിട്ടുണ്ട് എന്നുള്ളത് ശരിയല്ല എന്ന റിപ്പോർട്ടും കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. സീഡ് ഡോക്യുമെൻറ്റുകളിൽ ഇസ്രായേലിലെ ഡിമോണ ആണവ കേന്ദ്രത്തിന് നേരെ മെയ് 17 ആക്രമണം നടന്നായിരിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല. പക്ഷേ അത് സ്ഥിരീകരിക്കപ്പെട്ട റിപ്പോർട്ടല്ല എന്നാണ് പറയുന്നത്. അഥവാ UAEയും ഇസ്രായേലിനും കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരേ സമയത്ത് ആക്രമണം നടന്നു എന്ന റിപ്പോർട്ടും കാണാൻ വേണ്ടി സാധിക്കുന്നു. ഇവിടെ ആക്രമിച്ചിട്ടില്ലെന്ന് ഇസ്രായേലിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇസ്രായേലിനെ ഉദ്ധരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നത്. UAE മാത്രമാണ് സംഭവത്തിൽ ഇപ്പോഴത്തെ സംഭവത്തിന് നടന്നത് എന്നുള്ള വിവരമാണ് വരുന്നത്. അപ്പോൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട IAEയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം നമ്മൾ എങ്ങനെയാണെന്ന് നോക്കാം. IAEA മേധാവി റാഫേൽ ഗ്രോസി ഗുരുതരമായ ആശങ്ക പ്രകടിപ്പിച്ചു. ആണവ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന സൈനിക നടപടി അംഗീകരിക്കാനാവില്ലെന്ന് പറഞ്ഞു. ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ഇതിനെ അപകടകരമായിരിക്കുന്ന വർധനവ് എന്ന് വിളിച്ചു. സംയമനം പാലിക്കാൻ ആവശ്യപ്പെട്ടു. UAE ഇതിനെ തീവ്രവാദ ആക്രമണം, അസ്വീകാര്യമായ ആക്രമണം എന്നാണ് അതിനെക്കുറിച്ച് പറഞ്ഞത്. ഇവിടെ ഇപ്പോൾ ഒരു വിമർശനം വന്നത് IAEA മേധാവി റാഫേൽ ഗ്രോസി ഗുരുതരമായ ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ട് UAEയുടെ ആണവ നിലയത്തിന് നേരെ നടത്തിയ ആക്രമണത്തെ പ്രതിഷേധിക്കുന്നു, ശക്തമായിരിക്കുന്ന പ്രതികരണം നടത്തുന്നു, അത് അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനോട് പൂർണ്ണമായി സഹകരിക്കണമെന്ന് പറഞ്ഞ് ഇത്തരം കാര്യങ്ങളൊക്കെ പോകുന്നു. എന്നാൽ ഇസ്രായേലും അമേരിക്കയും സംയുക്തമായ രീതിയിൽ ഇറാൻ ആക്രമിക്കുന്ന സമയത്ത് IAEയുടെ മേധാവികളും ബന്ധപ്പെട്ടവരും ഇറാനിലുണ്ടായിരുന്നപ്പോൾ ഇതിനുള്ളൊരു പ്രതികരണം പോലും നടത്തിയിട്ടില്ല. പ്രതിഷേധിക്കുകയോ തെറ്റാണെന്ന് പറയുകയോ അത് അപകട ദുരന്തം ഉണ്ടാവുമെന്ന് പറയുകയോ യാതൊരു വിഷയവും ഇതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല. പക്ഷേ UAEയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള അഭിപ്രായം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. UAEയുടെ ബരാക്ക ആണവ നിലയത്തിന് പുറത്ത് ഡ്രോൺ ആക്രമണം നടന്നത് ശരിയാണ്. ഇസ്രായേലിലെ ആണവ കേന്ദ്രത്തിന് നേരെ ഇപ്പോൾ നടന്നത് ശരിയല്ല, നടന്നിട്ടുള്ള റിപ്പോർട്ടില്ല. ഇതിൻ്റെ ആ റിപ്പോർട്ടിൻ്റെ ആവർത്തനം തന്നെ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രം. ഇനി നമുക്ക് നോക്കാം, ഇത്തരം ഒരു ആണവ നിലയത്തെ ഇറാൻ്റെ അകത്തുള്ള ആണവ നിലയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെ വലിയ രീതിയിൽ എതിർക്കുകയും അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുകയും വേണമെങ്കിൽ സൈനിക നടപടി സ്വീകരിക്കും എന്ന് ആര് പറയുന്നുണ്ട്? അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നുണ്ട്. എന്നാൽ UAEയിലുള്ള ആണവ നിലയവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് അമേരിക്ക സപ്പോർട്ടാണ്, പക്ഷേ ഒന്നും പറയുന്നില്ല. അതെന്തുകൊണ്ടാണ് നമുക്ക് നോക്കാം. US-UAE 123 കരാർ 123 കരാർ ഗോൾഡ് സ്റ്റാൻഡേർഡായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് UAE വിമർശിക്കാത്തത് എന്നാണ് പറയപ്പെടുന്നത്. എന്താണെന്ന് നോക്കാം. 2009 US-ഉം UAEയും ഒപ്പിട്ട സിവിലിയൻ ആണവ സഹകരണ കരാർ ആണവ വ്യാപനം നടത്തുന്ന കാര്യത്തിൽ ഇതുവരെ ഉള്ളതിൽ വെച്ച് ഏറ്റവും കർശനമായതാണ്. UAE ഏറ്റവും ഉണ്ടാക്കിയതാണ്. എന്തൊക്കെയാണ് UAE വാഗ്ദാനം ചെയ്ത ഇതാണ്: സ്വന്തമായി യുറേനിയം സമ്പുഷ്ടീകരണം നടത്തുകയില്ല, ഉപയോഗിച്ച ഇന്ധനം പുനഃസംസ്കരിക്കുകയില്ല, എല്ലാ ആണവ ഇന്ധനവും വിദേശത്ത് നിന്ന് വാങ്ങും, IAEയുടെ അഡീഷണൽ പ്രോട്ടോക്കോൾ ഒപ്പിട്ടു,
പരിശോധന കൂടുതൽ കർശനമാക്കുകയാണെങ്കിൽ സഹകരിക്കുമെന്ന് പറഞ്ഞു. കരാർ ലംഘിച്ചാൽ US എല്ലാ സഹകരണവും നിർത്താനും നൽകിയ ഉപകരണങ്ങൾ തിരിച്ചെടുക്കാനും അവകാശമുണ്ട്. ഓപ്പണായിരിക്കുന്ന ഒരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. എന്നാൽ അതിൻ്റെ പുറമേ ആയിട്ടുള്ള ഇപ്പോൾ വരുന്ന വാർത്തകൾ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ UAEക്ക് ഒരു ആണവ കരാറുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അല്ലെങ്കിൽ ആണവ റിയാക്ടർ സംവിധാനം ഉണ്ടാക്കേണ്ട കാര്യമില്ല. കാര്യം സമാധാന ആവശ്യത്തിന് എന്ന് പറഞ്ഞാൽ കറണ്ട് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ റിയാക്ടർ കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത്. അങ്ങനെയെങ്കിൽ കറണ്ട് ഈ ആണവ റിയാക്ടറിനേക്കാൾ പണം കുറവാണ് പെട്രോളിയം കൊണ്ട് അല്ലെ ഡീസൽ കൊണ്ട് കറണ്ട് ഉണ്ടാക്കുന്നത്. ഏറ്റവും കൂടുതൽ ഈ പെട്രോളിയം വിൽക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് UAE. അപ്പോൾ അങ്ങനെ ആ സമയത്ത് ഇതിനെ ആശ്രയിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരമില്ല. അമേരിക്കയ്ക്ക് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് ഗുണം എന്നുള്ളത് നോക്കാം. അമേരിക്കയ്ക്ക് എന്താണ് ഗുണം? ആണവ വ്യാപനം തടയൽ. ഇറാൻ, സൗദി അറേബ്യ തുടങ്ങിയ മറ്റ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്കും ഇതേ മാതൃക പിന്തുടരാൻ UAE കരാർ ഒരു മാതൃകയായി. സമ്പുഷ്ടീകരണം ഇല്ല എന്ന വ്യവസ്ഥ മറ്റാരും അംഗീകരിച്ചിട്ടില്ലാത്തതാണ്. സാമ്പത്തിക നേട്ടം നോക്കുകയാണെങ്കിൽ UAE $40 ബില്യൺ ആണവ മേഖലയിൽ ചെലവഴിക്കും. 123 കരാർ വഴി അമേരിക്കൻ കമ്പനികൾക്ക് ഈ കോൺട്രാക്റ്റുകളിൽ മത്സരിക്കാം. ആയിരക്കണക്കിന് US ജോലികൾ സൃഷ്ടിക്കപ്പെടും. സൈനികമായിരിക്കുന്ന സഹകരണം. UAEയിൽ 2000-ലധികം US സൈനികരുണ്ട്. അൽ ദഫ്ര എയർബേസ് US എയർഫോഴ്സിന് നിർണായകമായതാണിത്. US നാവിക കപ്പലുകൾ ഏറ്റവും കൂടുതൽ വരുന്ന വിദേശ തുറമുഖവും UAE ആണ്. ഇറാനുമായിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്ന സമയത്ത് ഇറാൻ സ്വന്തമായി യുറേനിയം സമ്പുഷ്ടീകരിക്കുന്നു. IAEA പരിശോധകരെ പലപ്പോഴും തടയുന്നു. സൈനിക ആണവ പദ്ധതി ഉണ്ടായിരുന്നതായി സംശയമുണ്ട്. UAE ഇതിന് വിപരീതമായി സമ്പുഷ്ടീകരണം പാടില്ല എന്ന നിയമപരമായ ബാധ്യത ഏറ്റെടുത്തു. IAEAക്ക് പൂർണ്ണ സുതാര്യത നൽകി. അതുകൊണ്ട് UAEയുടെ ആണവ പദ്ധതിയെ ഉത്തരവാദിത്തമുള്ള മാതൃക എന്നാണ് കാണുന്നത്. ഇറാനെ പോലെ ആണവ ആയുധങ്ങൾക്ക് വഴി തുറക്കുന്നില്ല എന്ന് US ഉറപ്പാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യമോ ഈ ഒരു UAEയിൽ സ്ഥാപിക്കപ്പെട്ട ആണവ നിലയവുമായി ബന്ധപ്പെട്ട് അതിൽ അമേരിക്കയ്ക്ക് ഒരുപാട് താല്പര്യങ്ങളും ഒരുപാട് ലക്ഷ്യങ്ങളും ഉണ്ട് എന്നുള്ളത് കൃത്യമാണ്. ആ ലക്ഷ്യങ്ങളും ആ ഉദ്ദേശ കാര്യങ്ങളും ഇറാനിൽ നടക്കാതിരിക്കുന്ന സമയത്താണ് ഇറാൻ എതിർക്കുകയും UAE അംഗീകരിക്കുകയും ചെയ്യുന്നത്. UAEയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക അയക്കപ്പെടുന്ന ഉദ്യോഗസ്ഥർ മാത്രമാണ് അതിൻ്റെ പ്രധാനമായിരിക്കുന്ന മേഖലയിൽ പ്രവർത്തിക്കുന്നത്. അവിടെ എന്തൊക്കെ പ്രവൃത്തി നടക്കുന്നു അപ്പോൾ അമേരിക്ക അറിയാൻ വേണ്ടി സാധിക്കും. അത് രാജ്യത്തിൻ്റെ ഈ സ്വകാര്യതയുള്ള ഇടപെടലാണ് എന്ന വിമർശനം പോലും ഉണ്ടായിട്ടുണ്ട്. UAE അല്ല പറഞ്ഞതെങ്കിൽ പോലും. എന്നാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാജ്യാതിർത്തിയുമായി രാജ്യത്തിൻ്റെ അകത്ത് കയറിയിട്ടുള്ള ഒരു പ്രവൃത്തിക്കും അമേരിക്കയ്ക്ക് സപ്പോർട്ട് ചെയ്യില്ല. അപ്പോൾ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ശത്രുവായി മാറുക എന്നുള്ളത് സ്വാഭാവികമാണ്. ഇവിടുത്തെ വിമർശനം അതൊന്നുമല്ല. ഇവിടുത്തെ വിമർശനം എന്ന് പറയുന്നത് ഇറാൻ പറയപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ഇസ്രായേലിൻ്റെ പ്രതിരോധം തീർത്താൽ പോലും രാജ്യം സുരക്ഷിതമല്ല എന്ന് പറയുന്ന സമയത്ത് ഇത് ഇറാനിൻ്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടായത് എന്ന് സംശയിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അങ്ങനെയാണെങ്കിൽ അവരുടെ ആണവ കേന്ദ്രം പോലും സുരക്ഷിതമല്ല എന്ന് പറയുന്ന സമയത്ത് കഠിനമായ രീതിയിൽ തന്നെ ഈ ഭാവിയിൽ വലിയ പ്രശ്നങ്ങൾ വരാനുണ്ട് എന്നതിൻ്റെ മുന്നറിയിപ്പായിട്ട് തന്നെയാണ് കാണുന്നത്. ഇപ്പോൾ 2-3 തരത്തിലായിട്ട് അറേബ്യൻ രാജ്യങ്ങൾ മാറിയിരിക്കുന്നു. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. അഥവാ UAE ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നു, സൗദി അറേബ്യ ഇറാനെ സപ്പോർട്ട് ചെയ്യുന്നു, ബഹ്റൈൻ കുവൈറ്റ് അമേരിക്കയെ സപ്പോർട്ട് ചെയ്യുന്നു, ഒമാനാണെങ്കിൽ ഒന്നിനുമില്ലാതെ മാറി നിൽക്കുന്നു. ഈ തരത്തിൽ വ്യത്യസ്തമായിരിക്കുന്ന നയങ്ങളിലേക്കും നിലപാടിലേക്കും അറേബ്യൻ രാജ്യങ്ങൾ പോയിരിക്കുകയാണ്. അറേബ്യൻ സൈന്യത്തെ ഉണ്ടാക്കാനും അറേബ്യൻ കറൻസി ഉണ്ടാക്കാനും ഇതിനു മുൻപ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും ആ തീരുമാനം എവിടെ എത്താതെ പോയി. അതിന് പ്രധാനമായിരിക്കുന്ന കാര്യമെന്ന് പറഞ്ഞാൽ അത് പല രാജ്യങ്ങൾക്കും വ്യത്യസ്തമായിരിക്കുന്ന അഭിപ്രായമാണുള്ളത്. പ്രത്യേകിച്ച് അതിനകത്ത് ഈ കറൻസിയുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ തലസ്ഥാന നഗരി റിയാദാക്കണമെന്ന് സൗദി അറേബ്യയും സലാലയാക്കണമെന്ന് ഒമാനും പറഞ്ഞതോടുകൂടി തലസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൻ്റെ അഭിപ്രായ ഭിന്നത വന്നതോട് കൂടിയിട്ടാണ് അത് പൂർത്തിയാക്കാൻ വേണ്ടി സാധിക്കാത്തത്. ഇപ്പോഴത്തെ സ്ഥിതികൾക്കൊക്കെ വലിയ മാറ്റങ്ങൾ വന്നിരിക്കുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ ഏകോപനവും ഐക്യവും ചിതറിപ്പോയിരിക്കുന്നു. വ്യത്യസ്തമായിരിക്കുന്ന നിലപാടും അഭിപ്രായങ്ങളും വരുന്നു. അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു ഏകോപനം ഇപ്പോഴും ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കില്ല. ഇസ്രായേലിൻ്റെ കാര്യത്തിൽ പോലും ഇല്ല എന്നുള്ളതാണ്. അതായത് ഇസ്രായേലിനെ അനുകൂലിക്കുന്നവർ ഇപ്പോഴും അറബ് രാജ്യത്തുണ്ട് എന്ന് പറയുന്ന സമയത്ത് അത് ഫലസ്തീന് നേരെ നടത്തിയ ആക്രമണത്തിന് പിന്തുണക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. വെസ്റ്റ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോഴും സെറ്റിൽമെൻറ്റ് സ്ഥാപിക്കുകയും അവിടെ ഫലസ്തീനികളെ കുടിയേൽപ്പിക്കുകയും അവരെ അറസ്റ്റ് ചെയ്തിട്ട് ജയിലടക്കുന്ന പല ഫലസ്തീനികളെ കാണാതാവുകയും അങ്ങനത്തെ
ഭയങ്കര കഠിനമായിരിക്കുന്ന പ്രഹരം തന്നെയാണ് ഫലസ്തീന് നേരെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടാവണമെങ്കിൽ അറേബ്യൻ രാജ്യങ്ങൾ ഏകോപനത്തോടു കൂടി പ്രവർത്തിക്കണം. അങ്ങനെയൊന്നും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഇസ്രായേലിന് ഇവരെ വീണ്ടും വീണ്ടും ആക്രമിക്കാൻ പ്രചോദനം നൽകുന്നത് എന്നൊരു വിമർശനം ഇതോടനുബന്ധിച്ചുണ്ടായിട്ടുണ്ട്. ഏതായിരുന്നാൽ ഇറാൻ പറഞ്ഞ പോലെ UAE സുരക്ഷിതമാണ് എന്ന് നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കേണ്ട എന്ന് പറയുന്നത് ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും യഥാർത്ഥത്തിൽ ഇപ്പം അതിന് അനുസരിച്ചുള്ള കാര്യങ്ങളാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയ സുരക്ഷാ സംവിധാനം അയൺ ഡോം പോലെയുള്ള ഈ ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനവും ആരോ 3 പോലെയുള്ള അമേരിക്കയുടെ പ്രതിരോധ സംവിധാനവും വ്യാപകമായ രീതിയിൽ UAEക്കകത്ത് സ്ഥാപിച്ചിട്ടും ഇപ്പോൾ നടത്തിയിരിക്കുന്ന ആക്രമണത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ പോലും സാധിക്കാത്ത വിധം പരാജയപ്പെട്ടത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ്. ചെറിയ ഡ്രോണുകളാണ് ഉപയോഗിക്കുന്നതെന്നാണ് പറയുന്നത്. അവർ റഡാർ സിസ്റ്റത്തിൽ പെടാത്ത രീതിയിലുള്ള തന്ത്രപരമായിരിക്കുന്ന നീക്കങ്ങൾ ഒരുപക്ഷെ ഇറാൻ നടത്തിയിട്ടുണ്ടോ എന്നാണ് സംശയിക്കുന്നത്. ഏതായാലും വരാൻ പോകുന്ന ഭാവിയിൽ ഇത് വലിയ രീതിയിലുള്ള ഭവിഷ്യത്തുണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല.